ഹായ് ഫ്രണ്ട്സ്, മഴതോരും മുൻപേടെ ഇന്നത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ അലീന നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങി വന്നേക്കുവാണ്, ഒരു മണവാട്ടിയെ പോലെ. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ ബാലന് വിഷമമാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലൻ ഇങ്ങനെ പറയും, ഇതേപോലെ നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം, പക്ഷേ സമയവും സാഹചര്യവും ഒക്കെ മാറിപ്പോയി എന്ന് പറയുമ്പോൾ അലീനയ്ക്ക് വിഷമമാവുന്നുണ്ട്. അലീനയ്ക്കും ഇങ്ങനെ വിതുമ്പുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ട് അവിടെ രോഹിയും കൃഷ്ണമോളും ഒക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വേഗം തന്നെ ബാലൻ വിഷമിച്ചുകൊണ്ട് പുറത്തേട്ട് പോയി, കാറിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ അലീന പതിയെ രോഹിയോട് യാത്ര പറയാൻ ചെല്ലുവാണ്. എന്നിട്ട് രോഹിയുടെ അടുത്ത് എന്നിട്ട് പറയും, അച്ഛനെ നോക്കിക്കൊള്ളണം, ഞാൻ എൻ്റെ 2 അനിയത്തിമാരെ നിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടാട്ടോ പോണേ. അപ്പോൾ നീ അവരെ നന്നായി നോക്കിക്കൊള്ളണം, അവർക്ക് എന്തിനും കൂട്ടുണ്ടാവണം എന്നൊക്കെ പറയും. പിന്നെ അച്ഛന് എപ്പോഴും നീ ഒരു സപ്പോർട്ടായിരിക്കണം. പിന്നെ അച്ഛന് ഹാർട്ട് പേഷ്യൻ്റ് ആണെന്നുള്ള കാര്യം നീ എപ്പോഴും ഓർക്കണം കേട്ടോ എന്നൊക്കെ പറയും. ചേച്ചി പോയിട്ട് വരാം, പിന്നെ നിൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നീ എനിക്ക് വാക്ക് തന്നതാണല്ലോ, പോയിട്ട് വരട്ടെ മോനെ എന്നൊക്കെ പറഞ്ഞ് രോഹിയുടെ കയ്യിലൊക്കെ പിടിച്ച് യാത്ര പറയുക കേട്ടോ. അപ്പോൾ രോഹിയുടെ കണ്ണൊക്കെ നിറഞ്ഞു. അത് കഴിഞ്ഞ് മെല്ലെ നമ്മുടെ കൃഷ്ണമോളുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് കൃഷ്ണമോള് നോക്കുന്നൊക്കെ ഉണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബബിത റൂമിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ റൂമിൽ നിന്ന് വരുമ്പോൾ ബബിതയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെ ഞാൻ എന്ന് പറയുമ്പോൾ ബബിത പറയും, വേണ്ട, യാത്ര പറച്ചിലൊന്നും എന്നോട് വേണ്ട, എനിക്ക് ആരും യാത്ര പറച്ചിലൊന്നും കേൾക്കണ്ട, വേഗം പോവാൻ നോക്ക് എന്ന് പറയും. അപ്പോൾ അലീനയ്ക്ക് അറിയാം ബബിതയ്ക്ക് അലീനയെ ഭയങ്കര ഇഷ്ടമാണെന്നും, പക്ഷേ ബബിതയുടെ സ്വഭാവം ഇങ്ങനെയാണെന്ന് അലീനയ്ക്ക് അറിയാം. അപ്പോൾ ബബിതയുടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബബിത റൂമിലേക്ക് പോയി. അതിനുശേഷം വീണ്ടും കൃഷ്ണമോളുടെ അടുത്തേക്ക് ചെന്നിട്ട് അലീന പറയും, നിനക്കെല്ലാം അറിയാമല്ലോ മോളെ, അപ്പോൾ നിന്നോട് ഇനി പ്രത്യേകിച്ച് ഞാനൊന്നും പറയണ്ടല്ലോ. അപ്പോൾ അമ്മ വന്നു കഴിയുമ്പോൾ അവർ തമ്മിൽ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നീ അച്ഛൻ്റെ കൂടെ നിന്ന് അച്ഛനെ തണുപ്പിക്കണം എന്നൊക്കെ പറയും കേട്ടോ. പിന്നെ എല്ലാവരെയും എന്ത് വിശേഷം ഉണ്ടായാലും എന്ത് സങ്കടം നിനക്ക് വന്നാലും ചേച്ചീനെ വിളിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ ഫോണൊക്കെ എടുക്കണം എന്ന് രോഹിനോടും കൃഷ്ണമോളോടും പറയുകയാണ്. അങ്ങനെ അലീന മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവിടെ സിറ്റ് ഔട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ ബാലൻ പറയും, എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ എന്ന് പറയും. അപ്പോൾ വേഗം തന്നെ അലീന ഇങ്ങനെ ബബിതേനെ റൂമിലേക്ക് നോക്കുക കേട്ടോ. ബബിത മാത്രം യാത്ര പറയാൻ വന്നില്ല. അപ്പോൾ അലീന പറയും, ബബി എന്ന് പറയും. അപ്പോൾ കൃഷ്ണമോള് പറയും, ഞാൻ പോയി വിളിച്ചിട്ട് വരാം ബബിതേച്ചീനെ എന്ന് പറഞ്ഞ് കൃഷ്ണമോള് ബബിതയുടെ അടുത്തേക്ക് പോകണം. അവിടെ ചെല്ലുമ്പോൾ ബബിത ഇങ്ങനെ കണ്ണ് ഒക്കെ നിറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണമോള് വന്നിട്ട് പറയും, ദേ ചേച്ചി പോകാൻ നിൽക്കുന്നു എന്ന് പറയും. അപ്പോൾ ബബിത പറയും, എൻ്റെ അടുത്ത് ആരും യാത്ര പറയണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, എനിക്കതൊന്നും ഇഷ്ടമില്ല, നീ പോകാൻ നോക്ക് എന്ന് പറയും. അപ്പോൾ കൃഷ്ണമോള് വേഗം തന്നെ ചേച്ചി അത് എന്നൊക്കെ പറയും. അങ്ങനെ അലീന പുറത്തുനിന്ന് ഇങ്ങനെ ബബിതയുടെ വരവ് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ രോഹിത് പറയും, അവൾ വരില്ല, എനിക്കറിയാം, അവളെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയും. അപ്പോൾ ബാലൻ പറയും, കുറച്ചധികം ദൂരമുണ്ട്, നമുക്കിപ്പോൾ പോവായിരുന്നു എന്ന് പറയും. അങ്ങനെ അലീന തിരിഞ്ഞ് നോക്കിക്കൊണ്ട് കാറിലേക്ക് കയറുകയാണ്. അപ്പോൾ കാറിലേക്ക് കയറാൻ പോകുമ്പോൾ നമ്മുടെ ബബിത ദൂരെ നിന്ന് മാറി നിന്ന് ഒളിഞ്ഞ് കാണും ഈ അലീന ചേച്ചി പോണത്. അങ്ങനെ കരഞ്ഞുകൊണ്ട് വീണ്ടും റൂമിലേക്ക് പോയി. അങ്ങനെ ഈ വണ്ടി ഇങ്ങനെ മുന്നോട്ട് പോവാണ് ഇവരുടെ. അപ്പോൾ നമ്മുടെ രോഹിത് കൃഷ്ണനെ ചേർത്ത് പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന കൈയൊക്കെ കാട്ടി ടാറ്റയൊക്കെ കൊടുത്താണ് പോണത് കരഞ്ഞുകൊണ്ട്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണമോള് റൂമിലേക്ക് വരും. റൂമിലേക്ക് വന്നിട്ട് ബബിതേനോട് പറയും, ബബിതേച്ചി ചേച്ചി പോയി, എന്ത് സ്വഭാവമാണ് ബബിതേച്ചിയുടെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ബബിത പറയും, എൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ്, എനിക്കിനി മാറ്റാനൊന്നും പറ്റില്ല എന്ന് പറയും. ഇങ്ങനെ ദേഷ്യപ്പെടും കേട്ടോ. അപ്പോൾ കൃഷ്ണ ഇങ്ങനെ ബബിതയുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ കൃഷ്ണമോള് പറയും, ബബിതേച്ചി കരയുവാണോ എന്ന് ചോദിക്കും. അപ്പോൾ ബബിത ദേഷ്യപ്പെട്ടുകൊണ്ട് പറയും, നീ ഒന്ന് പോയി ഇവിടെ നിന്ന് പോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. എന്നിട്ടും കൃഷ്ണമോൾ അവിടെ തന്നെ നിൽക്കുവാണ്. അപ്പോൾ ബബിതയ്ക്ക് ദേഷ്യം വന്നിട്ട് എന്തോ ഒരു സാധനം എടുത്തിട്ട് കൃഷ്ണമോളെ പറഞ്ഞു വിടാൻ വേണ്ടി എറിയുവാണ്. അപ്പോഴത്തേക്കും കൃഷ്ണമോൾ ഓടിപ്പോയി. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ബാലനും അലീനയും കൂടി കാറിലിരിക്കുകയാണ്. അപ്പോൾ കാറിലിരിക്കുമ്പോൾ രണ്ടുപേരും മിണ്ടുന്നില്ല. അലീന ഇങ്ങനെ കണ്ണൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാലൻ പറയും, ഇത്രയും വേദനയും നിനക്ക് ഇത്രയും സങ്കടം ഉണ്ടായിട്ട് പിന്നെ എന്തിനാ മോളെ പോകുന്നത്, ആരെ ജയിപ്പിക്കാനാണ് നീ പോകുന്നത് എന്നൊക്കെ ചോദിക്കും. നിനക്ക് ഇവിടെ തന്നെ നിന്നാൽ പോരായിരുന്നോ, നീ പിന്നെ എന്തിനാ ഇങ്ങനെ പോകണം എന്നുള്ളൊരു തീരുമാനം എടുത്തേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അലീന പറയും, ആരുടെയും താൽക്കാലിക വിജയത്തിന് വേണ്ടിയല്ല ഞാൻ പോകുന്നതെന്ന് ഏറ്റവും കൂടുതൽ എൻ്റെ അച്ഛനറിയാമെന്ന് എനിക്കറിയാം. പിന്നെ എനിക്കിവിടെ നിന്ന് ഇഷ്ടമുണ്ടായിട്ട് പോണതും അല്ല,
പിന്നെ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് എൻ്റെ അമ്മേനെ കിട്ടി. അമ്മേനെ മാത്രം കാണാൻ വന്നിട്ട് എനിക്ക് ഒരച്ഛനെ കിട്ടി, എനിക്ക് കൂടപ്പിറപ്പുകളെ കിട്ടി, എൻ്റെ വീട് കിട്ടി എന്നൊക്കെ പറയുമ്പോൾ ബാലനിങ്ങനെ വിഷമമാവും കേട്ടോ. ബാലനിങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുക. അവസാനം അപ്പോൾ അലീന പറയും, എനിക്ക് അച്ഛനിങ്ങനെ ഓരോ ആളുകളെ കാണുമ്പോൾ ഇതെൻ്റെ മകളാന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോണ്ടല്ലോ എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയോ എന്നൊക്കെ ചോദിച്ച് അലീന ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ബാലനിങ്ങനെ ഭയങ്കര സങ്കടമായി. എന്നിട്ട് പറയും, അച്ഛൻ ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ, എന്നാലാണ് എല്ലാം ശരിയാവുള്ളൂ, അച്ഛൻ്റെ സന്തോഷമാണ് എൻ്റെ സന്തോഷം എന്നൊക്കെ പറയും. ആരോഗ്യം നോക്കണം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇങ്ങനെ ബാലനിങ്ങനെ പൊട്ടിപ്പോയി, കരഞ്ഞു. അപ്പോൾ അലീന ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അച്ഛൻ ഹാപ്പി ആയിരിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ചിരിക്കും. അപ്പോൾ അത് കാണുമ്പോൾ ബാലൻ പറയും, ഓ നിൻ്റെ ഈ ചിരി കണ്ടിട്ടാണോടി ബബിത പറയണേ നീ എൻ്റെ മാനസപുത്രിയാന്ന് എന്നിങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അലീനയ്ക്ക് ഇങ്ങനെ വിഷമാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പോവാണ്. പിന്നെ നമ്മൾ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് കാണിക്കുന്നത് നമ്മുടെ ഗംഗേട്ടനും ശിവേട്ടനും കൂടി അവരുടെ വീട്ടിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. അലീന പോയി കാണോ, ഇനി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈജയുടെ നിലപാട് എന്തായിരിക്കും എന്നൊക്കെ ഗംഗേട്ടൻ ചോദിക്കും. അപ്പോൾ ശിവേട്ടൻ പറയും, അപ്പോൾ ഗംഗേട്ടൻ തിരിച്ചിന്ന് തന്നെ പോകുന്നുണ്ടോ എന്ന് ചോദിക്കും, അതോ 2 ദിവസം കൂടി നിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഗംഗേട്ടൻ പറയും, ഈ വൈജ തിരിച്ചു പോവാതെ പിന്നെ ബാലചന്ദ്രൻ തിരിച്ച് വരാതെയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ്, പിന്നെ അപ്പം തന്നെ തിരിച്ചു വരേണ്ടി വരുമല്ലോ, ബാലചന്ദ്രൻ വരുത്തൂലോ. അപ്പോൾ ശിവേട്ടൻ പറയും, വൈജയനെ പറഞ്ഞു തിരുത്തുന്നതിനേക്കാളും നല്ലത് ഇടയ്ക്കിടയ്ക്ക് ബാലചന്ദ്രൻ്റെ അടുത്ത് പോയിട്ട് അയാളുടെ ചീത്ത ഒരു ചെവി കൂടെ കേട്ട് അപ്പുറത്തെ ചെവി കൂടെ കളയുന്നതാണെന്ന് പറയും. പിന്നെ അതിനിപ്പോൾ ഞാനുണ്ടല്ലോ ഇവിടെ എന്ന് ചോദിക്കും. അപ്പോൾ ഗംഗേട്ടൻ പറയും, അല്ല അപ്പം നീ ഇനി തിരിച്ചു പോകുന്നില്ല എന്ന് ചോദിക്കും. അപ്പുറം വൈജയുടെ കാര്യം ഒരു വശത്ത്, പിന്നെ ഹരി എൻ്റെ മോന ഇങ്ങനെ കിടക്കുമല്ലേ ജയിലിൽ, അവനെ എങ്ങനെയെങ്കിലുമൊക്കെ ഇറക്കണമല്ലോ, പിന്നെ ഇതൊക്കെ ശരിയായി തിരിച്ചു ചെല്ലുമ്പോൾ ജോലി അവിടെ ഉണ്ടെങ്കിൽ കിട്ടും, പിന്നെ ഗംഗേട്ടന് പിന്നെ ജോലി പോകുന്നുള്ള പ്രശ്നമില്ലല്ലോ എന്ന് പറയും. അപ്പം ഗംഗേട്ടൻ പറയും, ജോലി പോവില്ല, പക്ഷേ എൻ്റെ ഭാര്യ പോകുമെന്ന് എനിക്ക് പേടിയുണ്ടെന്ന് പറയും. അപ്പോൾ പറയും, മാലതിക്ക് ഇപ്പോൾ പല കാര്യങ്ങളിലും അവൾ എൻഗേജ്ഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ അത് പ്രശ്നമായേനെന്ന് പറയുമ്പോൾ ശിവൻ പറയും, ഇപ്പോൾ ഇവിടെ ഞാനുണ്ടല്ലോ, പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് രാജീവിന് വരുത്താം, പിന്നെ മനുവുമുണ്ട്, മനു ആവുമ്പോൾ ബാലനെ ഒന്ന് തണുപ്പിക്കാനും പറ്റും എന്ന് പറയും. അപ്പോഴും വൈജയനോട് ഒന്ന് സംസാരിക്കണ്ടേ എന്ന് ഗംഗേട്ടൻ ചോദിക്കും. അപ്പോഴും കുറച്ച് കഴിയട്ടെ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കമല ഭയങ്കര സന്തോഷത്തിൽ ഓടി വരും കേട്ടോ, ഫോണൊക്കെ ആയിട്ട്. എന്നിട്ട് ഓടി വന്നിട്ട് പറയും, അറിഞ്ഞോ ഒരു സന്തോഷ വാർത്തയുണ്ട് എന്ന് പറയും. അപ്പോൾ എന്താ സന്തോഷ വാർത്ത എന്ന് ശിവൻ ചോദിക്കും. അപ്പോഴും അറിഞ്ഞില്ലേ ആ അലീന പോയിന്ന്. അപ്പോൾ ഗംഗേട്ടൻ ചോദിക്കും, ആര് പറഞ്ഞു എന്ന് ചോദിക്കും. അപ്പോൾ പറയും, നമ്മുടെ ബബിത രഞ്ജുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ രഞ്ജു ഇപ്പോൾ എന്നെ വിളിച്ചിട്ട് വെച്ചേ ഉള്ളൂ, അവൾ പോയി എന്നും പറഞ്ഞു, എനിക്ക് കൂടി സന്തോഷമായി എന്ന് പറയും. അപ്പോൾ ശിവേട്ടൻ പറയും, കൊച്ച അവിടെ നിന്ന് പോയി എന്ന് വെച്ചിട്ട് നിനക്ക് എന്ത് സന്തോഷമാണ് എന്ന് പറയും. അപ്പോൾ പറയും, അവളുടെ നിഴലേ ഈ കോട്ടയം ജില്ലയിൽ നിന്ന് കടന്നാൽ തന്നെ നമ്മളൊക്കെ ഗുണം പിടിക്കും എന്ന് പറയും. അപ്പോൾ പറയും, എൻ്റെ മോന് ഈ അവസ്ഥ വരാൻ കാരണം അവൾ ഒറ്റൊരുത്തിയാണ് എന്നൊക്കെ പറയും. അപ്പോൾ ഗംഗേട്ടന് ദേഷ്യം വരും കേട്ടോ. അപ്പോൾ ഗംഗേട്ടൻ പറയും, ഹരീനെ വളർത്തുദോഷം കൊണ്ടാണ്, ഹരിക്ക് വളർത്തുദോഷവും അവൻ്റെ നേരവ് ഇതാക്കാത്തത് കൊണ്ടാണ് അവനിക്ക് ഈ ഗതി വന്നതെന്ന്, അവൻ്റെ ദുഷ്ട പ്രവൃത്തിക്ക് കിട്ടിയ ഇതാണെന്നൊക്കെ പറയും, അല്ലാതെ അത് അലീനയുടെ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ശിവേട്ടൻ പറയും, ഇവളോടൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇവളൊക്കെ ഇങ്ങനെ എല്ലാവരും നാശം കാണാൻ വേണ്ടി നടക്കുന്നതാണെന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെ അവർ തമ്മിൽ വഴക്കിടും കേട്ടോ, ശിവനും കമലയും കൂടി. അപ്പോൾ വേദന കമല പിണങ്ങിക്കൊണ്ട് എനിക്ക് എന്തായാലും സന്തോഷമായി, ഇത് സന്തോഷിക്കാത്തവർ സന്തോഷിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോവും. അപ്പോൾ ഗംഗേട്ടൻ പറയും, നിനക്ക് വല്ല പണിയുണ്ടോ ശിവ, നീ എന്തിനാ കമലയായിട്ട് ഇങ്ങനെ വഴക്കിടുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയും, ശിവൻ പറയും, ഇവളോട് വഴക്കിടാതെ ഇവൾ പറയുന്നതിനൊക്കെ മിണ്ടാതെ നിന്നുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ മോനിപ്പോൾ ജയിലിൽ കിടക്കുന്നത്. ഇതാവുമ്പോൾ അവൾ പറയുന്നതിന് നല്ല ചുട്ട മറുപടി കൊടുക്കുമ്പോൾ നമുക്ക് ഒരു സമാധാനമെങ്കിലും കിട്ടും എന്ന് പറയും. അങ്ങനെ ഇവരിങ്ങനെ അടുത്ത പ്ലാൻ ഇടുവാണ് വൈജയുടെ അടുത്ത് ഇത് അവതരിപ്പിക്കാനും വൈജയനെ ഇന്ന് തന്നെ അവിടെ നിന്ന് പറഞ്ഞുവിടാനും. അപ്പോൾ ഇതിന് ശേഷം നമ്മുടെ കമല ചെന്നിട്ട് വൈജയനോട് ഇങ്ങനെ ഈ സന്തോഷ വാർത്തയൊക്കെ പറയുന്നുണ്ട് കേട്ടോ, സന്തോഷിപ്പിക്കാനായിട്ട്. എന്നിട്ട് പറയും, അവളൊരു ദുഷ്ടയാണ്, അവൾ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്, അവൾ വീണ്ടും ഇനി ചിരിച്ചുകൊണ്ട് വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ പോകണമെന്ന് നിനക്ക് മാത്രമേ ആഗ്രഹമുള്ളൂ, അതോ ബാലനും അതേപോലെ തന്നെ നിൻ്റെ മക്കൾക്കോ അവളോട് യാതൊരു പ്രശ്നമില്ല, അതുകൊണ്ട് അവൾ ഇനിയും ചിരിച്ചുകൊണ്ട് വരുമ്പോൾ അവരൊക്കെ അവളെ കയറ്റുമെന്ന് പറയും. അപ്പോൾ വൈജ പറയും, ഞാൻ ഇനി എൻ്റെ വീടിൻ്റെ പടി അവളെ ഞാൻ കയറ്റാനായിട്ട് സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വൈജയന്തിയിൽ ഇങ്ങനെ ചൂട് പിടിപ്പിക്കുക കേട്ടോ. അപ്പോൾ വൈജയന്തി ഇങ്ങനെ ആ ദേഷ്യത്തിൽ ഇങ്ങനെ തിളച്ച് മറിഞ്ഞിങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാനം കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ.